ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്നിലേക്ക് സ്വാഗതം. ധനുഷ് ഡയറക്റ്റ് ചെയ്യുന്ന നാലാമത്തെ പടം ഇഡ്ലിക്കടയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഏപ്രിൽ 10 റിലീസാവുമെന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ ഓഗസ്റ്റിലേക്ക് മാറ്റി എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഏപ്രിൽ 10 റിലീസാവുന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ മാറ്റുണ്ടെങ്കിൽ ഒഫീഷ്യലായി വന്നു കഴിഞ്ഞാൽ അറിയിക്കാവുന്നതാണ്. പിന്നെ ക്ലാസിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഷൈനിക അഭിനയിക്കുന്ന ഒരു പടത്തിന്റെ ഒരു പോസ്റ്റർ വന്നിരുന്നു. ഇത് പടത്തെ മീഡിയം KCB കൂടിയിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് വരുന്ന പടമാണ്. പിന്നെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടൊരു പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. അതിന് സ്ക്രീനിൽ കാണിക്കാം. പിന്നെ കാതലിക്ക നേരമില്ല എന്ന് പറഞ്ഞിട്ടുള്ള രവിമോഹനും നിത്യാമേനൻ അഭിനയിച്ചോടെ നെറ്റ്ഫ്ലിക്സിലൂടെ ഇപ്പോൾ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. പിന്നെ ഹൗസ്മേറ്റ്സ് നടത്തിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് പുതിയതായിട്ട്. പിന്നെ ഡ്രാഗൺ നടത്തിന്റെ തെലുങ്കിലത്തെ ട്രെയിലർ ട്രെൻഡിങ് 3-ലൊക്കെയാണ് ഇപ്പോൾ യൂട്യൂബിൽ. അതേമാതിരി 1.7 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തമിഴ് ട്രെയിലർ ട്രെൻഡിങ് 1-ലാണ് യൂട്യൂബിൽ. അതേമാതിരി അതിന്റെ 10 മില്യൺ പ്ലസ് വ്യൂസും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ നിസാമിലുള്ള തിയേറ്ററിക്കൽ റൈറ്റ്സ് എടുത്തിരിക്കുന്ന മൈത്രി മൂവി മേക്കേഴ്സ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശത്തെ പൂർവി പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടീമാണെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ കേരളത്തിലെ തിയേറ്ററിക്കൽ റിലീസ് എടുത്തിരിക്കുന്ന S പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ഫോർ എന്റർടൈൻമെന്റ് ത്രൂ ആയിരിക്കും എന്നുള്ളതും പറയുന്നുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യയിലത്തെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്ന AI ഫിലിംസ് ആണ്, അമീർ ഖാന്റെ പ്രൊഡക്ഷൻ കമ്പനി. പിന്നെ ഓ ഗോഡ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അത് പരിതപങ്ങൾ പ്രൊഡക്ഷൻസിന്റെ പ്രോജക്ട് 2 ആണ്. അത് എന്നാലേ പറഞ്ഞത് അനൗൺസ് ചെയ്യുന്നുള്ളത് അതാണ്. പിന്നെ തലപതി ജയുടെ സച്ചിൻ എന്ന് പറഞ്ഞ പടം 20 വർഷത്തിന് ശേഷം വീണ്ടും റിലീസിനെത്താണ് ഈ സമ്മറിന് ഏപ്രിലായിട്ട്. അപ്പൊ അതിന്റെ ഒരു റിലീസ് ചെയ്യുന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു വടക്കം വീരഗാഥ എന്ന് പറഞ്ഞ പടം 4 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് നേടിയിട്ടുള്ളത് 49 ലക്ഷം എന്നുള്ള അറിയിച്ചിട്ടുണ്ട് റിലീസിന് എത്തിയതിനു ശേഷം. പിന്നെ സുഴൽ 2 എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് വരാൻ പോവാണ്. അതിന്റെ പുതിയ സീസൺ വെച്ചാൽ രണ്ടാമത്തെ സീസൺ. അത് ആമസോൺ പ്രൈമിലൂടെ ഫെബ്രുവരി 28 പുറത്തിറങ്ങാനുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഡാർക്ക് എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റ് പോസ്റ്റർ ഉണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ബ്രഹ്മൻസ് എന്ന് പറഞ്ഞ പടത്തിന്റെ 3 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. അത് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പ്രസന്റ് ചെയ്യുന്ന കോർട്ട് സ്റ്റേറ്റ് VSA നോബലി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒരു പുതിയ ഫോട്ടോ അല്ലെങ്കിൽ പോസ്റ്റർ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നിറം മാറും മുലകിൽ എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റ് സിംഗിൾ ഫെബ്രുവരി 14 അറിയിച്ചു. പാട്ടിന്റെ പേരൊന്നും അറിയിച്ചിട്ടില്ല. പിന്നെ സാരി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ട്രെയിലർ നാളെ രാവിലെ 10 മണിക്ക് പുറത്തിറങ്ങുമെന്ന് അറിയിച്ചു. പിന്നെ ബേബി ആൻഡ് ബേബി എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ അഗത്യ എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ നിലാവുക്ക് എൻമേൽ എന്നാടി കോപം എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷ് ഡയറക്റ്റ് ചെയ്യുന്ന മൂന്നാമത്തെ പടത്തിന്റെ 10 days to go പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. അതിന് സ്ക്രീനിൽ കാണിക്കാം. അൽത്താഫ് സലീമും ഫഹദ് ഫാസിലും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. പിന്നെ പിറന്ന നാൾ വാഴ്ത്തുക്കൾ എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഫെബ്രുവരി 21 പടം റിലീസ് ആകാൻ പോകുന്നത്. പിന്നെ വിക്രം പ്രഭുവിന്റെ അടുത്ത പടത്തിന്റെ അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ലുക്ക് വരാൻ പോവാണ്. 4-5 മണിക്ക് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ടോക്സിക് എന്ന് പറഞ്ഞ പടം ഒരേ സമയം കന്നഡയിലും അതേമാതിരി ഇംഗ്ലീഷിലും ആയിട്ട് അവർക്കും ഷൂട്ട് ചെയ്യുന്നതാണ് പറഞ്ഞു കേൾക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ പിന്നെ ഡബ് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. പിന്നെ ദുൽഖർ സൽമാന്റെ ഒരു പുതിയ ലുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും സ്ക്രീനിൽ എടുക്കാൻ 2 ഫോട്ടോസ്. ആകാശം ലോകട്ടാര എന്ന് പറഞ്ഞ പടത്തിന്റെ ലുക്ക് ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തന്നെ അവനാണ് ചാൻസ്. പിന്നെ ഡോൺ പിക്ചേഴ്സിന്റെ മൂന്നാമത്തെ പ്രൊഡക്ഷനിൽ വരുന്ന പടമാണ് STR49. രാജ്കുമാർ ബാലകൃഷ്ണൻ എടുക്കുന്ന പടം. അവിടത്തിന്റെ ഒരു കാസ്റ്റിംഗ് കോൾ വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിലാണ് അതിന്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ ഈ ഡോൺ പിക്ചേഴ്സിന്റെ 4ാമത്തെ പ്രൊജക്ട് അനൗൺസ് ചെയ്യാൻ പോവാണ്. പ്രൊഡക്ഷൻ നമ്പർ 4 എന്തായാലും 13 അനൗൺസ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ മറ്റന്നാൾ. പിന്നെ സംക്രാന്തി വസ്ത്രം എന്ന് പറഞ്ഞ പടത്തിന്റെ OTT റിലീസ് ഫെബ്രുവരി 20 ZEE5 ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ ജൂഡ് ആന്റണി ജോസഫിന്റെ അടുത്ത വരാൻ പോണ പടങ്ങളിൽ ആര്യനെ വെച്ചിട്ടൊരു പടം ഉണ്ടായിരിക്കും എന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും വരട്ടെ. പിന്നെ തന്റെ എന്ന് പറഞ്ഞാൽ 4 ദിവസം കൊണ്ട് 73.20 കോടിയാണ് നേടിയിട്ടുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഗുഡ് ബൈ ഡഗ്ലി അജിത് കുമാറിന്റെ ഈ വർഷത്തെ 2ാമത്തെ പടമാണ്. അതിക്ക് രവിചന്ദ്രൻ എടുക്കുന്ന പടം. അതിന്റെ ടീച്ചർ ഈ ആഴ്ചയിൽ വരും എന്നുള്ള രീതിയിൽ കെട്ടിയിരുന്നു. എന്തായാലും ടീച്ചർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അപ്ഡേറ്റ് ഈ 2 ആഴ്ചയിലുള്ളതായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ നോബഡി എന്ന് പറഞ്ഞിട്ടുള്ള പൃഥ്വിരാജിന്റെ പടം ഈ സംബശ്ശേരി എടുക്കുന്ന പടമാണ്. റോഷാക്ക് എന്ന് പറഞ്ഞ പടത്തിന് ശേഷം റോഷാക്ക് ഇടലും പടമായിരുന്നു. എന്തായാലും ആ പടത്തിന്റെ ഷൂട്ടിംഗ് ഏപ്രിൽ ഫസ്റ്റ് വീക്കിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ എമ്പുരാന്റെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ അതിൽ 31ാമത്തെ ക്യാരക്ടർ ആയിട്ട് അറിയിച്ചിട്ടുള്ളത് നൈലാവശ്യമാണ്. അരുന്ധതി സജീവ് എന്നാണ് പടത്തിലത്തെ ആളുടെ പേര്. ഇതിന്റെ മുന്നേ തന്നെ 32ാമത്തെ ക്യാരക്ടർ പോസ്റ്റർ ഇട്ടായിരുന്നു. ഗിജു ജോണിന്റെ പേര് സഞ്ജീവ് കുമാർ എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട്. എന്നുവെച്ചാൽ ഈ നൈലാവശ്യയുടെ ഭർത്താവായിട്ടുള്ള ക്യാരക്ടറാണ് പടത്തിലെ ആള്. എന്തായാലും ഒരു വീഡിയോ പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗിൽ മോഹൻലാൽ ജോയിൻ ചെയ്യുന്ന ഫെബ്രുവരി 15 അല്ലെങ്കിൽ 16 ഞാൻ പറഞ്ഞിരുന്നു. എന്തായാലും അതിലത്തെ മോഹൻലാലിന്റെ പേര് സന്ദീപ് ബാലകൃഷ്ണൻ എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. എന്തായാലും ഗംഭീരമായി വരട്ടെ. പിന്നെ ഇതിൽ വൈസൽ ജോസഫ് ഉണ്ടാവും എന്നുള്ള പറഞ്ഞിരുന്നു. പക്ഷെ അത് ഫേക്കാന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇനി ഒഫീഷ്യലായി വല്ലതും വന്നാലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ടിക്കറ്റ് ആക്കാൻ പറഞ്ഞിട്ടുള്ള ആസിഫലിന്റെ പടത്തിന്റെ ഷൂട്ടിംഗ് മാർച്ചിൽ തുടങ്ങും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാർച്ച് 20 എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് കൊച്ചിയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതും കേൾക്കുന്നുണ്ട്. പക്ഷെ ആസിഫ് അലി ജോയിൻ ചെയ്യുന്ന ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലൊക്കെ ആകുമ്പോഴത്തേനാണെന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ആസിഫലിന്റെ ഇപ്പോൾ വരാൻ പോണ പടങ്ങളിൽ മിറേജ് എന്ന് പറഞ്ഞ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോയമ്പത്തൂർ വെച്ചിട്ട്. അതിന്റെ അടുത്ത ഷെഡ്യൂൾ ഈ ഫെബ്രുവരി 15 തുടങ്ങും. എന്തായാലും ജിത്തു ജോസഫ് എടുക്കുന്നതാണ്. അപർണ വലമുരളിയാണ് നായിക എത്തുന്നത്. പിന്നെ VD12 വിജയ് ദേവരകൊണ്ടയുടെ 12ാമത്തെ പടത്തിന്റെ ടൈറ്റിലും ടീച്ചറും വരാൻ പോവാണ്. നാളെ 4/6 12 അപ്പോൾ അതിന്റെ ഹിന്ദി ടീച്ചർ ഇറക്കുന്നത് രൺബീർ കപൂർ ആണ്. ആളാണ് അതിൽ വോയിസ് ഓവർ ചെയ്യുന്നത്. തെലുങ്ക് ടീച്ചർ ഇറക്കുന്നത് NTR ആണ്. ആളാണ് തെലുങ്ക് ടീച്ചറിൽ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഇവർ കൂടി നിന്നിട്ടുള്ളൊരു ഫോട്ടോ. അതുമാതിരി തമിഴ് ടീച്ചറിൽ സൂര്യൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ആൾ തന്നെ ആയിരിക്കും ഇറക്കുണ്ടാവുക. അപ്പോൾ അവരും നിന്നിട്ടുള്ളൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് വോയിസ് ഓവർ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട്. എന്തായാലും ഗംഭീരമായി വരട്ടെ. ഗൗതം തിന്നാനൂരിയാണ് പടക്കുന്നത്. ആൾ ലാസ്റ്റത്തോളം ജേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഗംഭീര പടം തന്നെയായിരുന്നു ഞാനിടെ. പിന്നെ രജനീകാന്തിന്റെ കൂലി എന്ന് പറഞ്ഞ പടത്തിന്റെ റിലീസ് ഈ ഒക്ടോബറിലായിരിക്കും വരിക എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എത്ര നീണ്ടെന്നുള്ള അറിയില്ല. മെയ് 1 ഫസ്റ്റ് കേട്ടായിരുന്നു. പിന്നെ ഓഗസ്റ്റിലായിരിക്കും എന്നുള്ള പറഞ്ഞു കേട്ടായിരുന്നു. ഒക്ടോബർ എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. ദിവാലി ആ സമയമൊക്കെ ആകുമ്പോൾ.
പിന്നെ ഇരുമ്പ് കൈ മായാവി എന്ന് പറഞ്ഞ പടത്തിൽ സൂര്യ ആയിരുന്നു നായകനായി എത്തുന്നത്. പക്ഷെ അത് മാറിയിട്ട് ഇപ്പോൾ അമീർ ഖാൻക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത് ആ റോള്. എന്തായാലും വരട്ടെ. പിന്നെ സൂര്യയുടെ ഇനി വരാൻ പോണ പടമാണ് റെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള മെയ് 1 തീയതിയാണ് പടം റിലീസാകാൻ പോകുന്നത്. ആ പടത്തിലെ ഫസ്റ്റ് സിംഗിൾ ഈ 14 തീയതി എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ 14 തീയതി അല്ല 13 തീയതിയാണ് വരുന്നത്. ഫസ്റ്റ് സിംഗിളിന്റെ പേര് കണ്ണാടി പൂവ് എന്നുള്ളതാണ്. ഒരു ലവ് ട്രാക്കിലുള്ള പാട്ട് തന്നെ ആയിരിക്കാനാണ് ചാൻസ്. ഈ പേര് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. സന്തോഷ് നാരായണനാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഗംഭീരം തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ പടത്തിന്റെ OTT റൈറ്റ്സ് എടുത്തിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അതേമാതിരി ഇതിലത്തെ സൂര്യയുടെ പേര് മാത്യു വരദരാജ് എന്നുള്ള രീതിയിലായിരിക്കും എന്നുള്ളതും കേൾക്കുന്നുണ്ട്. ഈ വരദരാജ് എന്ന് പറയുന്ന ക്യാരക്ടർ ജോജു ജോർജാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ സൂര്യയുടെ അച്ഛൻ്റെ വശം. പിന്നെ വാർ 2 എന്ന് പറഞ്ഞിട്ടൊരു പടം വരുന്നുണ്ട്. ഹൃതിക് റോഷനും ജൂനിയർ NTR ഒന്നിച്ചിട്ട്. അവിടത്തെ ജൂനിയർ NTRന്റെ പേര് വീരേന്ദ്ര രഘുനാഥ് എന്നുള്ളതായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.